ഹായ് ഓൾ, വെൽക്കം ടു എയ്സ് കോപ്പറേറ്റീവ് അക്കാദമി. നമ്മളിന്ന് ബാങ്കിങ്ങിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് നോട്ട് ഇഷ്യൂ. കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ സിസ്റ്റവും ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം, നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്, കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഏതൊരു രാജ്യത്തിൻ്റെയും കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ റിസർവ് ബാങ്കുകളാണ്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളാണ്. ഇന്ത്യയിലാണെങ്കിൽ അത് റിസർവ് ബാങ്കാണ് എന്ത് ചെയ്യുന്നത്, നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്, കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ, ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. There are two principles of നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂ ചെയ്യാൻ രണ്ട് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ദാറ്റ് ഈസ്, വൺ ഈസ് കറൻസി പ്രിൻസിപ്പിൾ ആൻഡ് അനദർ വൺ ഈസ് ബാങ്കിങ് പ്രിൻസിപ്പിൾ. ഒന്ന് എന്താണ്, കറൻസി പ്രിൻസിപ്പിളാണ്. കറൻസി പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ബാങ്കിങ് പ്രിൻസിപ്പിളും. ഇങ്ങനെ രണ്ട് പ്രിൻസിപ്പിൾസാണ് കറൻസി ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നോക്കാം. കറൻസി പ്രിൻസിപ്പിൾ. എന്താണ് കറൻസി പ്രിൻസിപ്പിൾ? ഓക്കെ, അപ്പോൾ കറൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, കറൻസി നോട്ട്സ് ആർ ഇഷ്യൂഡ് എഗെയിൻസ്റ്റ് ഗോൾഡ് റിസർവ്സ്. ഗോൾഡ് റിസർവിന് എഗെയിൻസ്റ്റ് ആയിട്ട് കറൻസി ഇഷ്യൂ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് എന്ത്, കറൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എത്ര രൂപയുടെ കറൻസിയാണോ ഇഷ്യൂ ചെയ്യുന്നത് അത്രയും രൂപയുടെ ഗോൾഡ് റിസർവ് ആയിട്ട് വെക്കുന്ന സിസ്റ്റമാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് കറൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറൻസി നോട്ട്സ് ആർ ഇഷ്യൂഡ് എഗെയിൻസ്റ്റ് ഗോൾഡ് റിസർവ്. ഗോൾഡ് റിസർവിന് എഗെയിൻസ്റ്റ് ആയിട്ട് കറൻസി ഇഷ്യൂ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, കറൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഗോൾഡ് ഉണ്ടോ അതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറൻസി ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറൻസി ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഗോൾഡ് വേണം. ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ കറൻസി നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത്രയും എമൗണ്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഈസ് 100% ഗോൾഡ് ബാക്കിംഗ്. 100% ഗോൾഡ് റിസർവ് വേണം, അല്ലെങ്കിൽ 100% ഗോൾഡ് ബാക്കിംഗ് വേണം അണ്ടർ ദിസ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് 100% ഗോൾഡ് ബാക്കിംഗ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. നമ്മുടെ കയ്യിലുള്ള ഗോൾഡിനനുസരിച്ച് മാത്രം, ഗോൾഡിന് എഗെയിൻസ്റ്റ് മാത്രം കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് കറൻസി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം. ബാങ്കിങ് പ്രിൻസിപ്പിളാണ്. ബാങ്കിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ ബാങ്കിങ് പ്രിൻസിപ്പിളിൽ പറയുന്നത്, ദർ ഇസ് നോ നീഡ് ഓഫ് 100% ഗോൾഡ് ബാക്കിംഗ് ഫോർ കറൻസി നോട്ട് ഇഷ്യൂ. കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ 100% ഗോൾഡ് ബാക്കിങ്ങിൻ്റെ ആവശ്യമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾ എങ്ങനെയായിരുന്നു, 100% ഗോൾഡ് ബാക്കിംഗ് വേണ്ടിയിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നോ നീഡ് ഓഫ് 100% ഗോൾഡ് ബാക്കിംഗ്. 100% ഗോൾഡ് ബാക്കിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, സെർട്ടൈൻ പോർഷൻ ഓഫ് നോട്ട് ഇഷ്യൂ ഈസ് കവേർഡ് ബൈ ഗോൾഡ് റിസർവ്. സെർട്ടൈൻ പോർഷൻ, അല്ലെങ്കിൽ നമ്മുടെ കറൻസി ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ആ എമൗണ്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ, സെർട്ടൈൻ പോർഷൻ, ഒരു നിശ്ചിത ശതമാനം നമ്മൾ എന്ത് ചെയ്യുന്നു, കവേർഡ് ബൈ ഗോൾഡ് റിസർവ്. ഗോൾഡ് റിസർവ് ആയിട്ട് വെക്കുന്നു. ഒരു നിശ്ചിത ശതമാനം ഗോൾഡ് റിസർവ് ആയിട്ട് വെക്കുന്നു. റിമൈനിങ് പോർഷൻ ഈസ് ബാക്ക്ഡ് ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ഫോറിൻ കറൻസീസ്. ബാക്കി വരുന്ന പോർഷൻ അത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ ഫോറിൻ കറൻസി ആയിട്ടോ എന്ത് ചെയ്യുന്നു, ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർവ് ആയിട്ട് വെക്കുന്ന സിസ്റ്റമാണ് ബാങ്കിങ് പ്രിൻസിപ്പിൾ. അവിടെ 100% ഗോൾഡ് ബാക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു നിശ്ചിത ശതമാനം, ആ ശതമാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോൾഡ് വെക്കുന്നു. ബാക്കി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബാക്കി പോർഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ഫോറിൻ കറൻസിയോ ആയിട്ട് റിസർവ് വെക്കുന്നു. ഈ സിസ്റ്റമാണ് ബാങ്കിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബാങ്കിങ് പ്രിൻസിപ്പിൾ ആണ് ഇപ്പോൾ നിലവിലുള്ള മിക്കവാറും സെൻട്രൽ ബാങ്കുകൾ, എല്ലാ സെൻട്രൽ ബാങ്കുകളും യൂസ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. ബാങ്ക്സ് യൂഷ്വലി യൂസ് ദിസ് പ്രിൻസിപ്പിൾ ഫോർ നോട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 സിസ്റ്റംസ്, 4 സിസ്റ്റംസ് ഇതിനകത്തുണ്ട്. ബാങ്കിങ് പ്രിൻസിപ്പിൾ പ്രകാരം 4 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ 4 systems of note issue. First one, fixed fiduciary system. Then second one, maximum fiduciary system. Then third one,
പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം, then fourth one minimum reserve system. These are the 4 systems of note issue. നോട്ട് ഇഷ്യൂവിൻ്റെ പ്രധാനപ്പെട്ട 4 സിസ്റ്റംസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം. ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം ഓർത്ത് വെക്കുക. ഫൈഡ്യൂഷ്യറി എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താണ്? വിത്തൗട്ട് ഗോൾഡ്. വിത്തൗട്ട് ഗോൾഡ് എന്നാണ്. വിത്തൗട്ട് ഗോൾഡ് എന്നാണ് എന്ത് ഈ ഫൈഡ്യൂഷ്യറി എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, വിത്തൗട്ട് ഗോൾഡ് ഇല്ലാതെ, ഗോൾഡ് ഇല്ലാതെ ഫിക്സഡ് ഫൈഡ്യൂഷ്യറി എന്ന സിസ്റ്റം, ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇല്ലാതെ നമുക്ക് ഫിക്സഡ് ലിമിറ്റ് വരെ എന്ത് ചെയ്യാം? നോട്ട് ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ നോട്ട്സ് അപ് ടു എ ഫിക്സഡ് ലിമിറ്റ് വിത്തൗട്ട് ഗോൾഡ് റിസർവ്. ഗോൾഡ് റിസർവ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിക്സഡ് ലിമിറ്റ് വരെ നോട്ടുകൾ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഒരു ഫിക്സഡ് ലിമിറ്റ് വരെ എന്ത് ചെയ്യുന്നു? ഗോൾഡ് ഇല്ലാതെ, ഗോൾഡ് റിസർവ് ഇല്ലാതെ നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റമാണ് ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ എന്ത് വേണ്ട? ഗോൾഡ് ബാക്കിംഗ് വേണ്ട, അല്ലെങ്കിൽ ഗോൾഡ് റിസർവ് വേണ്ട. ദിസ് ഇസ് കോൾഡ് ഫൈഡ്യൂഷ്യറി ലിമിറ്റ്. ഈ ലിമിറ്റിനെ നമ്മൾ ഫൈഡ്യൂഷ്യറി ലിമിറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഫൈഡ്യൂഷ്യറി ലിമിറ്റ് എത്ര എമൗണ്ടിനാണോ ഗോൾഡ് വെക്കേണ്ടത്, ഇറ്റ് ഈസ് ഫിക്സഡ് ബൈ ദി സ്റ്റാറ്റ്യൂട്ട് ഓർ ലോ. അത് നമ്മുടെ നിയമത്തിൽ, അത് ആ റൂള്, ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യത്തിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാവും എത്ര എമൗണ്ടിനാണ് നമ്മൾ എന്ത് വെക്കേണ്ടത്? ഗോൾഡ് വെക്കേണ്ടത്. അപ്പോൾ ഒരു ഫിക്സഡ് ലിമിറ്റ് വരെ മാത്രം ഗോൾഡ് വെക്കുന്നു. ഓക്കെ, ആ ഫിക്സഡ് ലിമിറ്റ് വരെ ഗോൾഡ് വെക്കുന്നില്ല, ഫിക്സഡ് ലിമിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുന്ന? വിത്തൗട്ട് ഗോൾഡാണ്. ഗോൾഡ് ഇല്ലാതെ ഫിക്സഡ് ലിമിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കറൻസി ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ് ടു ഫൈഡ്യൂഷ്യറി ലിമിറ്റ്, ഈ ഫൈഡ്യൂഷ്യറി ലിമിറ്റ് വരെ, ആ ഒരു ലിമിറ്റ് വരെ ഗോൾഡ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ നീഡഡ് ആസ് റിസർവ്സ്. അവിടെ നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്തിട്ട് കറൻസി ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റമാണെന്ത്? ഫൈഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്, ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം. അപ്പോൾ ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വരുന്ന ഒരു ലിമിറ്റ് വരെ, ആദ്യത്തെ ഒരു ലിമിറ്റ് വരെ എന്ത് വേണ്ട? ഗോൾഡ് ബാക്കിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാൽ ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആൻഡ് എബോ ദാറ്റ് ഫൈഡ്യൂഷ്യറി ലിമിറ്റ്, ഒരു ഫൈഡ്യൂഷ്യറി ലിമിറ്റിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നോട്ട് ഇഷ്യൂ ഓവർ ആൻഡ് എബോ ദി ഫൈഡ്യൂഷ്യറി ലിമിറ്റ് ദർ ഈസ് 100% ഗോൾഡ് റിസർവ്സ് ആർ നീഡഡ്. 100% ഗോൾഡ് റിസർവ് ആവശ്യമാണ്. എപ്പോൾ? ഈ ഫൈഡ്യൂഷ്യറി ലിമിറ്റ്, ഈ ഫിക്സഡ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസർവ്സ് ആർ റിക്വയർഡ്. 100% റിസർവ് ആവശ്യമാണ്. എപ്പോൾ? ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഫൈഡ്യൂഷ്യറി ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫിക്സഡ് ലിമിറ്റ് വരെ ഗോൾഡ് ആവശ്യമില്ല. ആ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗോൾഡ് 100% ഗോൾഡ് വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ സിസ്റ്റമാണെന്ത്? ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഫിക്സഡ് ലിമിറ്റ് വരെ നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്തിട്ട് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്? ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ഇറ്റ് ഈസ് എ മോസ്റ്റ് റിജിഡ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂവിൻ്റെ ഏറ്റവും റിജിഡ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവർ കറൻസി ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. കാരണം കൂടുതൽ നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്തോറും നമുക്ക് കൂടുതൽ ഗോൾഡ് റിസർവ് ആയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സിസ്റ്റമാണ് മാക്സിമം ഫൈഡ്യൂഷ്യറി സിസ്റ്റം. മാക്സിമം ഫൈഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഗോൾഡ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം? കറൻസി ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഗോൾഡ് റിസർവ്സ് ആർ റിക്വയർഡ്. നമുക്കിവിടെ ഗോൾഡ് റിസർവ്സിൻ്റെ ആവശ്യമേ ഇല്ല. ഫുൾ എമൗണ്ട് ഈസ് കവേർഡ് ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുഴുവൻ എമൗണ്ടും ഗവൺമെൻറ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചോ ആയിട്ട് നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഗോൾഡിൻ്റെ ആവശ്യമേ ഈ സിസ്റ്റത്തിലില്ല. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ ഫ്രാൻസിലാണ് ഈ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ ആവശ്യമില്ല. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു? ഒരു അപ് ടു എ ലിമിറ്റ് വരെ, ഫിക്സഡ് ഫൈഡ്യൂഷ്യറി ലിമിറ്റ് വരെ എന്താണ്? ഗോൾഡ് ആവശ്യമില്ല. അതിന് മുകളിലേക്കുള്ള നോട്ട് ഇഷ്യൂവിന് എന്ത് വേണം? 100% ഗോൾഡ് ബാക്കിംഗ് വേണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു സിസ്റ്റമാണ് പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഇന്ത്യ
അല്ലെങ്കിൽ RBI 1957 വരെ ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം നോക്കുക? ഇറ്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് നോട്ട് ഇഷ്യൂ, അല്ലെങ്കിൽ എ പെർസെൻറ്റേജ് ഓഫ് നോട്ട് ഇഷ്യൂ ഈസ് ബാക്ക്ഡ് ബൈ ഗോൾഡ് റിസർവ്സ്. നമ്മൾ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സെർട്ടൈൻ പ്രപ്പോർഷൻ എന്ത് ചെയ്യുന്നു, ഗോൾഡ് റിസർവ് ആയിട്ട് വെക്കുന്നു. ഓക്കെ, ദ റിമൈനിങ് പോർഷൻ ഓഫ് നോട്ട് ഇഷ്യൂ ഈസ് ബാക്ക്ഡ് ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യുന്നു, ബാക്ക്ഡ് ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച്. ബാക്കിയുള്ള പോർഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള എമൗണ്ടിന് ഗവൺമെൻറ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചോ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഗവൺമെൻറ് സെക്യൂരിറ്റീസും ഫോറിൻ എക്സ്ചേഞ്ചും കൂടി ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർവ് ആയിട്ട് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു, ഗോൾഡ് വെക്കുന്നു, ബാക്കിയുള്ളത് ഗവൺമെൻറ് സെക്യൂരിറ്റീസും ഫോറിൻ എക്സ്ചേഞ്ചും ആയിട്ട് റിസർവ് ആയിട്ട് വെക്കുന്നു. ഓക്കെ, ഇതാണ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഇന്ത്യ 1957 വരെ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്തിരുന്ന സിസ്റ്റമാണെന്ത്, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ദെൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജർമ്മനിയിലാണ്. ദെൻ അഡോപ്റ്റ് ചെയ്തത് എവിടെയാണ്, ഇപ്പോൾ നിലവിലുള്ളത് USA അല്ലെങ്കിൽ അമേരിക്കയിലാണ് ഇപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത്. ഇതാണ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഓക്കെ, ഇനി മിനിമം റിസർവ് സിസ്റ്റം ഉണ്ട്. മിനിമം റിസർവ് സിസ്റ്റം, ഓക്കെ, നിലവിൽ RBI ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് മിനിമം റിസർവ് സിസ്റ്റം. ഓക്കെ, ഈ മിനിമം റിസർവ് സിസ്റ്റത്തിൽ പറയുന്നത് സെൻട്രൽ ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ എ മിനിമം എമൗണ്ട് ഓഫ് റിസർവ്. ഒരു മിനിമം റിസർവ് കീപ്പ് ചെയ്യുന്നു. നോട്ട് ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കറൻസി ഇഷ്യൂ ചെയ്യാൻ ഒരു മിനിമം എമൗണ്ട് ആര് കീപ്പ് ചെയ്യുന്നു, റിസർവ് ബാങ്ക് കീപ്പ് ചെയ്യാണ്. ഓക്കെ, ആ മിനിമം എമൗണ്ട് അല്ലെങ്കിൽ മിനിമം റിസർവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്. ഗോൾഡും അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചും ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തിട്ടാണ്, ഗോൾഡ് മാത്രമല്ല ഗോൾഡും ഫോറിൻ എക്സ്ചേഞ്ചും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മിനിമം റിസർവ് കീപ്പ് ചെയ്യുന്ന സിസ്റ്റമാണെന്ത്, മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിനിമം എമൗണ്ട് അല്ലെങ്കിൽ മിനിമം എത്രയാണ് ആ മിനിമം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഫിക്സഡ് ബൈ ദി ലോ. നമ്മുടെ നിയമത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമത്തിലോ എന്ത് പറയുന്നുണ്ടാവും, ഈ മിനിമം എത്രയാണ്, എത്ര എമൗണ്ടാണ് മിനിമം ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ബാക്കിയുള്ള എമൗണ്ടിന്, ആ മിനിമം എമൗണ്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ടിന് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു അല്ലെങ്കിൽ റിസർവ് ആയിട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ RBI ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഏത്, മിനിമം റിസർവ് സിസ്റ്റം. അപ്പോൾ മിനിമം റിസർവ് എന്ന് പറയുന്നത് മിനിമം മാത്രം റിസർവ് വെക്കുക. ഓക്കെ, മിനിമം മാത്രം റിസർവ് വയ്ക്കുന്നു. ആ റിസർവ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ആണെങ്കിൽ അല്ലെങ്കിൽ ഫോറിൻ കറൻസിയാണ്. ഗോൾഡും ഫോറിൻ കറൻസിയും ഉൾപ്പെടെ ഒരു മിനിമം റിസർവ് വെക്കുന്നു. ഓക്കെ, ദെൻ ഈ നിലവിൽ RBI ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇതാണ്. അപ്പോൾ നിലവിൽ RBI മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവ് എന്ന് പറയുന്നത്, മിനിമം റിസർവ് എന്ന് പറയുന്നത് 200 crores ആണ്, 200 കോടിയാണ്. 200 കോടിയാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. അതിൽ 115 crores 115 കോടി എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾഡ് ആയിട്ട് വെക്കുന്നുണ്ട്. ആൻഡ് 85 crores ആസ് ഫോറിൻ കറൻസീസ്, 85 കോടി എന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ കറൻസിയും ആയിട്ട് എന്ത് ചെയ്യുന്നു, റിസർവ് ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ മിനിമം റിസർവ് നിലവിൽ RBI കീപ്പ് ചെയ്യുന്ന മിനിമം റിസർവ് എന്ന് പറയുന്നത് 200 കോടിയാണ്. ആ 200 കോടിയിൽ 115 കോടിയും ഗോൾഡാണ്, 85 കോടി ഫോറിൻ കറൻസിയുമാണ്. അപ്പോൾ ഇതാണ് മിനിമം റിസർവ് സിസ്റ്റം. ഓക്കെ, മിനിമം മാത്രം ഒരു റിസർവ് വെക്കുന്നു, എന്നിട്ട് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്, മിനിമം റിസർവ് സിസ്റ്റം.